ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് പുതുപ്പാടിയിൽ റിപ്പോർട്ടർ നടത്തിയ യാത്ര പങ്കാളിത്തം കൊണ്ട് ജനകീയമായി. വിവിധ മതസംഘടനകളും രാഷ്ട്രീയ പ്രവർത്തകരും ക്ലബ് അംഗങ്ങളും യാത്രയ്ക്കൊപ്പം അണിനിരന്നു. താമരശ്ശേരിയിൽ വർദ്ധിച്ചുവരുന്ന അക്രമ സംഭവങ്ങളുടെയും ലഹരി അതിക്രമങ്ങളുടെയും സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ പ്രത്യേക യാത്ര നടത്തിയത്. ലഹരിയും വേണ്ട ലഹളയും വേണ്ട കൗമാര ചിന്തയെ കരുതിയിടണം. ഫൈസലിന്റെ കവിതയിലെ വരികൾ പോലെ പുതുകേരളത്തെ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോരുത്തരും വാഹന റാലിക്കൊപ്പം അണിനിരന്നത്. ഈങ്ങാപ്പുഴ മുതൽ അടിവാരം വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തിൽ നൂറുകണക്കിന് ആളുകൾ യാത്രയുടെ ഭാഗമായി. ലഹരി സംഘത്തിന്റെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന മകളുടെ ഓർമ്മകൾ പങ്കുവച്ച അമ്മയും അച്ഛനും കേരളത്തിന്റെ നൊമ്പരമായി. ഞാൻ 2 കുട്ടികളുടെ അമ്മ ആയതുകൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുകയാണ്. ഈ ലാസ്റ്റ് അരമണിക്കൂർ മുമ്പിട്ട ആ വോയിസ് മെസ്സേജ് ഫുള്ള് എൻ്റെ കൈവശമുണ്ട്. ഞങ്ങൾ കേട്ട സമയത്ത് അച്ഛനെ കൊല്ലും, എൻ്റെ ആങ്ങളേനെ എല്ലാരെയും. ലഹരിയുടെ നീരാളിക്കൈകളിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന യുവാവിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഈ ചികിത്സിച്ച് പുറത്തിറങ്ങിയിട്ടും വീണ്ടും കഞ്ചാവ് കിട്ടും. ഞാൻ 5 പ്രാവശ്യം ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ട്രീറ്റ്മെന്റിലാണ് ഇപ്പോൾ ക്ലിയർ ആയി കിട്ടിയത്. ഇനി പോരില്ല. ലഹരിയിൽ നിന്ന് യുവതലമുറയെ പിന്തിരിപ്പിക്കാൻ ഒരുമിച്ച് പോരാടണമെന്ന് മതരാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ. ലഹരിയിൽ നിന്നും മാറ്റി അവരുടെ കഴിവുകൾ, അതുപോലെ തന്നെ കുടുംബത്തോടുള്ള ബന്ധം, അതൊക്കെ ലഹരിയായിട്ട്, അല്ലെങ്കിൽ വിശ്വാസം, സമുദായം, അതൊക്കെ ഒരു ലഹരിയായിട്ട് മാറട്ടെ. നമ്മളെ ഈ ബോധവൽക്കരണങ്ങളപ്പുറത്തേക്ക് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ഇതിനെ ക്രിയേറ്റീവായിട്ട് നേരിടാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഇവിടെ രാഷ്ട്രീയമോ കക്ഷിത്വമോ മതമോ ജാതിയോ ഒന്നും ഇവിടെ പരിഗണിക്കരുത്, ഒറ്റക്കെട്ടായി നേടണം. റിപ്പോർട്ടർ, കോഴിക്കോട്.